കരൂർ ദുരന്തത്തിൽ TVK നേതാവ് വിജയ്ക്കെതിരെ പോലീസ് ഉടൻ കേസെടുത്തേക്കും. കോടതിയുടെ വിമർശനത്തിനു പിന്നാലെ കൂടുതൽ TVK നേതാക്കളെ കേസിൽ പ്രതി ചേർക്കാനാണ് പോലീസിന്റെ നീക്കം. സംഘാടനത്തിലെ പിഴവിനൊപ്പം ഗുരുതര വീഴ്ചകൾ നേതാക്കൾക്കുണ്ടായെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. ഇക്ബാൽ, വിജയ് കരൂരിലേക്ക് എത്താൻ ശ്രമം നടത്തുന്നതിനിടയിലാണ് വിജയ്ക്കെതിരെ കേസെടുക്കാനുള്ള നീക്കമുണ്ടാവുന്നത്. ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് രൂക്ഷ വിമർശനമാണ്. നേതൃപാടവമില്ല വിജയിക്കുന്നവരെ ഹൈക്കോടതി നിരീക്ഷിച്ചു. ഒരു ദുരന്തമുണ്ടാവുമ്പോൾ ആ സ്ഥലത്തു നിന്ന് ഓടിപ്പോയി നേതാക്കൾ എന്നാണ് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത്. അപ്പോൾ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കേസെടുക്കാമെന്നാണോ സർക്കാരിന്റെ നീക്കം? കാര്യം ഹൈക്കോടതി വിമർശിച്ച സാഹചര്യത്തിൽ കേസെടുക്കുമ്പോൾ ഒരു ജനവികാരം എതിരാവില്ലെന്ന് സർക്കാർ കരുതുന്നുണ്ടോ? ഇതുവരെ വിജയെ തൊടാൻ മടിച്ചിരുന്ന സർക്കാർ വിജയിലേക്ക് അന്വേഷണം നീട്ടുകയാണോ? ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് വിജയും TVKയുടെ നേതാക്കളും നഷ്ടപ്പെട്ടു പോയ അവരുടെ ആ ഇമേജ് അത് തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായി ഏതെങ്കിലും രീതിയിലുള്ള ശ്രമങ്ങൾ നടത്താമെന്ന നീക്കത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ പ്രത്യേക ഒരു 20 അംഗ സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ട് വീണ്ടും കരൂരിലേക്ക് എത്താനുള്ള നീക്കം വിജയ് ഉൾപ്പെടെ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനിടയിലാണ് മദ്രാസ് ഹൈക്കോടതി രൂക്ഷമായി വിമർശനങ്ങളുമായി വിജയ്ക്കെതിരെ രംഗത്തേക്ക് എത്തുന്നത്. തീർത്തും മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ദുരന്തമാണ് കരൂരിൽ സംഭവിച്ചത്. മറ്റു പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ അവിടെ ബാധിക്കപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നപ്പോൾ വിജയോ TVKയുടെ പ്രവർത്തകരോ അവിടേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല കരൂരിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് ചെയ്തത്. തീർത്തും ഒരു സാമൂഹിക ഉത്തരവാദിത്തമുണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക്. പക്ഷേ ആ ഉത്തരവാദിത്തം ഒന്നും വിജയിൽ നിന്നും അതുപോലെ തന്നെ TVK നേതാക്കളിൽ നിന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് എന്തിനാണ് ഇത്തരത്തിലുള്ള ആളുകളോട് കരുണ കാണിക്കുന്നതെന്ന് ഉൾപ്പെടെയാണ് പോലീസിനോട് ഇന്നലെ മദ്രാസ് ഹൈക്കോടതി ചോദിച്ചത്. വിജയ് കരൂരിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വിജയുടെ ഈ പ്രചരണ വാഹനം മറ്റൊരു ബൈക്കിലിടിക്കുന്ന ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ തന്നെ പുറത്ത് വിട്ടിരുന്നു. ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം. ആ ബൈക്കിലിടിച്ചതിന് ശേഷം പിന്നീട് ആ പ്രചരണ വാഹനം എവിടെയും നിർത്തുന്നില്ല, നേരെ കരൂരിലേക്ക് തന്നെ പുറപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹിറ്റ് ആൻഡ് റൺ നിയമപ്രകാരം എന്തുകൊണ്ട് ആ പ്രചരണ വാഹനം പിടിച്ചെടുക്കാനുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചില്ല? പോലീസിനോട് ജനങ്ങൾക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് നിലവിൽ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളിൽ അല്ലെങ്കിൽ നടപടികളിൽ പോലീസ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വിജയ്ക്കെതിരെ നടപടി എടുക്കണം, അല്ലെങ്കിൽ അത് യാതൊരു രീതിയിൽ ഉത്തരവാദിത്തം പോലീസിന് ഇല്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിജയ്ക്കെതിരെയും അതുപോലെ തന്നെ കൂടുതൽ TVK നേതാക്കൾക്കെതിരെയും കേസെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം വിജയ്ക്കെതിരെ കേസെടുക്കുകയാണെങ്കിൽ അത് യാതൊരു രീതിയിലും തമിഴ്നാട് സർക്കാരിനോ സ്റ്റാലിനോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല. മാത്രമല്ല ജനങ്ങളും വലിയ രീതിയിൽ അവർ പ്രകോപിതരായി മറ്റു നടപടികളിലേക്ക് കടക്കാതിരിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ കോടതി നിർദ്ദേശം അതിന് പിന്നാലെ വിജയ്ക്കെതിരെ എത്രയും പെട്ടെന്ന് കേസെടുക്കാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുകയാണ്. താങ്ക് യു ഇക്ബാൽ. ചുരുക്കത്തിൽ വിജയ് അറസ്റ്റിലായാൽ തമിഴകം കത്തുമെന്നാണ് ആളുകൾ ആദ്യം കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോൾ ഹൈക്കോടതിയുടെ വിമർശനം വന്നതോടുകൂടി കൂടുതൽ പ്രതിരോധത്തിലായോ വിജയും ടീമും? ആത്മവിശ്വാസം കുറച്ച് കുറയുന്നുണ്ടോ? അരുൺകുമാർ, തീർച്ചയായും അതാണ് വിജയ് കരുതിയിരുന്നത്. ഒരു അനുമതി ലഭിക്കും, അങ്ങനെ അനുമതി ലഭിക്കുകയാണെങ്കിൽ കരൂരിലേക്ക് എത്തി ആ ദുരന്ത മേഖലയിലേക്ക് എത്തി ആളുകളെല്ലാം കണ്ടാൽ പിന്നീട് ഈ പ്രശ്നങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു ഇമേജ് തിരിച്ചു പിടിക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ കോടതി കൃത്യമായി തന്നെ ഇത്ര ദിവസം ആരും തന്നെ പറയാത്ത രീതിയിലുള്ള വിമർശനമാണ് കോടതി തന്നെ ഉന്നയിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിനിധി ആവുമ്പോൾ തീർത്തും ഒരു സാമൂഹിക ഉത്തരവാദിത്തം ജനങ്ങളോട് കാണിക്കേണ്ടതുണ്ട്. പക്ഷേ എന്ത് സാമൂഹിക ഉത്തരവാദിത്തമാണ് വിജയും TVK നേതാക്കളും ജനങ്ങളോട് കാണിച്ചത്? ഇക്ബാൽ, കരൂരിലെ വിഷയത്തിൽ ഹൈക്കോടതി യഥാർത്ഥത്തിൽ പിടിച്ചു കൊടഞ്ഞു കളഞ്ഞു കേട്ടു. വിജയ് പല ചോദ്യങ്ങളും വിജയുടെ മുഖത്തേറ്റ അടിയായിരുന്നു. താങ്കളൊരു നേതാവാണോ ഹേ എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെയാണ് കോടതി ഇന്നലെ ചോദിച്ചത്. എന്ത് നേതൃഗുണമാണ് വിജയ്ക്കും TVKയ്ക്കും ഉള്ളത്? TVKയുടെ ലീഡേഴ്സൊക്കെ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഒളിച്ചോടി പോയില്ലേ എന്നൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്നാണ് വിമർശനം ഉണ്ടായത്. അപ്പോൾ പിന്നെ പോലീസും കരുതുന്നു, സ്റ്റാലിനും കരുതുന്നു ഇതാണ് അവസരം. ഒരു കേസ് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കോടതിയുടെ പരാമർശം നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ ജനരോഷം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതല്ലെങ്കിൽ വിജയെ തൊടാൻ എല്ലാവർക്കും ഭയമായിരുന്നു.